ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ് കാണേണ്ടത്. എബൌട്ടിന് ശേഷം വരുന്നത് മീഡിയൻ ആണ്. അതുകൊണ്ട് ആദ്യം മീഡിയൻ കാണണം. ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നിട്ടുള്ളത്. മീഡിയൻ കാണാൻ ഫോർമുല ഉണ്ടെന്ന് അറിയാം. താഴെ എഴുതാ ക്ലാസ്. ക്ലാസ്സുകളെല്ലാം താഴേക്ക് എഴുതാണ്. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 and 50 to 60. ഇന്ന് നേരെ ഫ്രീക്വൻസി എഴുതാം. 6, 8, 14, 16, 4, 2. മീഡിയം കാണണം. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. മീഡിയം കാണുമ്പോൾ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നിർബന്ധമാണ്. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നത് ആദ്യത്തെ ഫ്രീക്വൻസി 6 അല്ലേ, അതുപോലെ തന്നെ പകർത്താം. പിന്നെ എഴുതാനായിട്ട് തൊട്ടടുത്ത ഫ്രീക്വൻസി ആയിട്ട് ആഡ് ചെയ്യാം. 6 + 8 14, 14 + 14 28, 28 + 16 44, 44 + 4 48, 48 + 2 50. ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എല്ലാം എഴുതി. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ലാസ്റ്റ് വരുന്ന നമ്പറാണ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതായത് ക്യാപിറ്റൽ N. ഓക്കെ, ഇവിടെ N ഇവിടെ ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ശ്രദ്ധിക്കുക, നമ്മൾ മീഡിയൻ കാണാൻ പോവാണ്. തുടക്കത്തിൽ നമുക്ക് മീഡിയൻ അല്ല കിട്ടുക, മീഡിയൻ ക്ലാസ് ആയിരിക്കും കിട്ടുക തുടക്കത്തിൽ. കാരണം നമ്മളെ ഡാറ്റാസ് മുഴുവനും ക്ലാസ് ഇൻ്റർവെൽ അല്ലേ. മിഡിൽ വാല്യൂ എഴുതാൻ പാടില്ല തുടക്കത്തിൽ. നമ്മളെ ഡാറ്റാസ് മുഴുവനും ക്ലാസ് ഇൻ്റർവെലാണ്. മീഡിയൻ എന്ന് എഴുതാതെ മീഡിയൻ ക്ലാസ് ആയിരിക്കും നമുക്ക് കിട്ടുക. N ഈവൺ ആവുമ്പോൾ ജനറലി ഫോർമുല വരുന്നത് എങ്ങനെയാണ്? ഹാഫ് ഓഫ് n/2 പ്ലസ് നെക്സ്റ്റ് എന്നാണ് വരാറ് അല്ലേ. ഹാഫ് ഓഫ് N ഈവൺ ആവുമ്പോഴേ ഹാഫ് ഓഫ് n/2 പ്ലസ് നെക്സ്റ്റ് എന്നാണ്. പക്ഷേ ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ ആവുമ്പോൾ n/2 നെക്സ്റ്റും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ക്ലാസ് ഇൻ്റർവെൽസുകൾ തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ക്ലാസ് ഇൻ്റർവെൽ തരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. n/2 ഡാറ്റ ഈവൺ ആവുമ്പോൾ n/2 ഡാറ്റ എടുത്താൽ മതി. n/2 പ്ലസ് നെക്സ്റ്റ് എന്ന് എഴുതുമ്പോൾ ക്ലാസ് ഇൻ്റർവെൽ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതാറില്ല. മിഡിൽ വരുന്ന ആളാണല്ലോ മീഡിയൻ. അപ്പോൾ നമ്മൾ n/2 എടുത്താൽ മതി. കേട്ടല്ലോ, N ഈവൺ ആണെങ്കിൽ n/2 ഡാറ്റ എടുത്താൽ മതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ 50/2 ഡാറ്റ, 50/2 ഡാറ്റ എന്ന് പറഞ്ഞാൽ 25th ഡാറ്റ. 25th ഡാറ്റ ഏതാണ്? 25 എന്ന് പറഞ്ഞ നമ്പർ CFൽ ഉണ്ടോയെന്ന് നോക്കാം. 25th ഡാറ്റ കണ്ടുപിടിക്കാൻ 25 എന്ന് പറഞ്ഞ നമ്പർ CFൽ ഉണ്ടോയെന്ന് നോക്കാം. 25 CFൽ ഉണ്ടെങ്കിൽ അതിന് നേരെ വരുന്ന ക്ലാസ് ഇൻ്റർവെൽ എടുത്ത് എഴുതിയാൽ മീഡിയൻ ക്ലാസ് ആയി. 25 എന്ന് പറഞ്ഞ നമ്പർ CFൽ ഉണ്ടെങ്കിൽ അതിന് നേരെ വരുന്ന ആളെടുത്ത് എഴുതാം. പക്ഷെ 25 ഇല്ല അല്ലേ. എന്നാലും സാരമില്ല. 25 ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പറിന് ഇടയ്ക്കാണ്? 25 ഈ രണ്ട് നമ്പറിന് ഇടയ്ക്കല്ലേ. CFൽ ഏത് അടുത്തടുത്ത് വരുന്ന നമ്പറിന് ഇടയ്ക്കാണെന്ന് നോക്കാം. ഇല്ലെങ്കിൽ 25 14 28 ഇടയ്ക്കാണ്. റൗണ്ട് ചെയ്തിടാം. അതിന് താഴെ വരുന്നതിന് നേരെ വരുന്ന ഡാറ്റ അത് ബൈ ഹാർട്ടാക്കാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. റൗണ്ട് ചെയ്തിട്ട് താഴെ വരുന്ന നമ്പർ, അതായത് 28, റൗണ്ട് ചെയ്തിട്ട് താഴെ വരുന്നതിന് നേരെ വരുന്ന ഡാറ്റ 20 to 30. അത് മീഡിയൻ എന്ന് പറയാൻ പറ്റില്ല, മീഡിയൻ ക്ലാസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ക്ലാസ് ഇൻ്റർവെലായിട്ട് തന്നതുകൊണ്ടാണ്. ക്ലാസ് ഇൻ്റർവെലായിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ മീഡിയൻ എന്ന് പറയാമായിരുന്നു. സോ ദിസ് ഈസ് മീഡിയൻ ക്ലാസ്. ആക്ച്വൽ മീഡിയൻ 20ക്കും 30ക്കും ഇടയ്ക്കുള്ളൊരു നമ്പറാണ്. ആക്ച്വൽ മീഡിയൻ 20ക്കും 30ക്കും ഇടയ്ക്ക് എന്തോ ഒരു നമ്പറാണ്. പക്ഷെ അത് മിഡിൽ നമ്പർ ആവണമെന്നില്ല, 25 ആവണമെന്നില്ല. മനസ്സിലായാലോ? പലരും വിചാരിക്കും 20യുടെയും 30യുടെയും ആവറേജ് എടുത്താൽ മതിയെന്ന്. അങ്ങനെയല്ല മീഡിയന്. മീഡിയൻ ക്ലാസ്സിൽ നിന്ന് മീഡിയൻ കിട്ടാനായിട്ട് ഒരു ഫോർമുലയുണ്ട്, അറിയാമോ? ഞാൻ എഴുതട്ടെ ഫോർമുല. മീഡിയൻ ക്ലാസ്സിൽ നിന്ന് ആക്ച്വൽ മീഡിയൻ 20ക്കും 30ക്കും ഇടയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
മീഡിയൻ ക്ലാസ്സേ കിട്ടുന്നുള്ളൂ തുടക്കത്തിൽ. അതിൽ നിന്ന് ആക്ച്വൽ മീഡിയൻ കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? L പ്ലസ് n/2 മൈനസ് സി ബൈ എഫ് ഇൻറ്റു എച്ച്, ഇങ്ങനൊരു ഫോർമുല ഉണ്ടല്ലോ ഇല്ലേ? അതിൽ ആ എൽ എന്താണെന്നറിയാവോ? എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഞാൻ ഇവിടെ റൗണ്ട് ചെയ്തിടാം. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഇവിടെ റൗണ്ട് ചെയ്തിടാം. എൽ എന്ന് പറഞ്ഞത് ഈ കാണുന്ന ആളുണ്ടല്ലോ, അതാണ് എൽ. ക്ലിയർ ആയാലും ഇതാണ് നമ്മളെ എൽ. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്, അത് 20 ആണ്. ക്യാപിറ്റൽ ലെറ്റർ 50 ആണെന്ന് അറിയാം നമുക്ക്. സി ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് തൊട്ട് മുകളിലുള്ള ആൾ, മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ആൾ, അത്ര ഓർത്താൽ മതി. മനസ്സിലായാലോ? ഇവിടെ എഴുതാം സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീഡിയൻ ക്ലാസ് ഇവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് തൊട്ട് മുകളിലുള്ള ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി, അതാണ് സി. അപ്പോൾ സി 14 ആണ്. ബൈ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് ആണ്. ഇത് മനസ്സിലായല്ലോ? ഇതാണ് എഫ് എന്ന് പറയുന്ന ആൾ, ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്, അത് 14 ആണ്. ശരിയല്ലേ? ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത്, ക്ലാസിൻ്റെ വിഡ്ത്താണ്. ക്ലാസിൻ്റെ വിഡ്ത്ത് 10 അല്ലേ? അതായത് 0 to 10 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 10 അല്ലേ? അല്ലെങ്കിൽ 10 to 20 ഡിഫറൻസ് 10 അല്ലേ? ക്ലാസ് വിഡ്ത്ത് 10 ആണ്. കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല. ചെയ്തു വരുമ്പോൾ 27.86 കിട്ടും. 27.86 കിട്ടും. നിങ്ങൾക്കത് അപ്രോക്സിമേറ്റ് ചെയ്ത് 27.8 എന്നാക്കാം. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾക്കത് അപ്രോക്സിമേറ്റ് ചെയ്ത് 27.8 എന്ന് എഴുതി ചെയ്യാം. അപ്പോൾ മീഡിയൻ കിട്ടി, ആക്ച്വൽ മീഡിയൻ കിട്ടി അല്ലേ? ഇനി കുഴപ്പമില്ല. ഇത് നമ്മളെ മീൻ ഡീവിയേഷൻ അല്ലേ ക്വസ്റ്റ്യൻ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഫ്രീക്വൻസി ഉണ്ട് അല്ലേ? ഫ്രീക്വൻസി ഇല്ലായിരുന്നെങ്കിൽ ഫോർമുല സിഗ്മ മോഡുലസ് xi മൈനസ് m/n ആയിരുന്നു. ഫ്രീക്വൻസി ഇല്ലാത്ത സമയത്ത്. ഫ്രീക്വൻസി ഉണ്ട് ഇവിടെ. അപ്പോൾ 2 മോഡിഫിക്കേഷൻസ്. സിഗ്മ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എഫ് ഇൻസേർട്ട് ചെയ്യാം. സ്മോൾ ലെറ്റർ എൻ മാറ്റിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ എൻ ആക്കാം. അപ്പോൾ നമുക്കിവിടെ xi മൈനസ് എമ്മിന് വേണ്ടി ഒരു കോളം വേണം. മനസ്സിലായി അല്ലേ? അപ്പോൾ xi എവിടെ? xi. അപ്പോൾ xi നമ്മളിവിടെ എഴുതേണ്ടി വരും. ശരിയല്ലേ? ഞാനിവിടെ xi എഴുതാണ് അല്ലേ? ഫോർമുലയിൽ xi ഉള്ളത് കൊണ്ടാണ് ഞാൻ xi എഴുതിയത്. xi എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെലിൻ്റെ മിഡിൽ പോയിന്റുകൾ എടുത്ത് പോയാൽ മതി. 0-ൻ്റെ 10-ൻ്റെ മിഡിൽ പോയിന്റ് 5 ആണ്. 10-ൻ്റെ 20-ൻ്റെ മിഡിൽ നമ്പർ 15 ആണ്. പിന്നെ 25, 35, 45, 55. xi മൈനസ് എം വേണം അല്ലേ? അപ്പോൾ ഇവിടെ xi മൈനസ് എമ്മിന് വേണ്ടി ഒരു കോളം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27.86 ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? 27.86. 27.8 എടുത്താൽ മതി. മോഡുലസ് xi മൈനസ് 27.86. ഞാനിവിടെ 27.86 എടുത്ത് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 27.8 എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ xi മൈനസ് എമ്മിന് വേണ്ടി കോളം വേണം. അപ്പോൾ xiയുടെ ഓരോ വാല്യൂസുകൾ ഇട്ട് കൊടുക്കുക. xiക്ക് 5 കൊടുക്കുമ്പോൾ 5 മൈനസ് 27.86 അല്ലേ? അതെല്ലാം ചെയ്തു വരുമ്പോൾ 22.86. അടുത്ത 15 മൈനസ് 27.86. നെഗറ്റീവ് നമ്പർ എഴുതാൻ പാടില്ല. 12.86. 25 മൈനസ് 27.86. അങ്ങനെ ഓരോന്നോരോന്ന് എഴുതാം. മനസ്സിലായോ? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഞാനപ്പോൾ ഓരോന്നോരോന്ന് എഴുതാണ്. അങ്ങനെ xi മൈനസ് എം എഴുതി. ഇനി നോക്ക്, fi ഇൻറ്റു xi മൈനസ് എം ആണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടി ഒരു കോളം കൂടിയും വേണം. fi ഇൻറ്റു xi മൈനസ് എം. fi ഇൻറ്റു xi മൈനസ് എം. അപ്പോൾ fi ഇൻറ്റു xi മൈനസ് എം എന്ന് പറയുമ്പോൾ എഫും xi മൈനസ് എമ്മും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക.
കോളംസ് മാറിപ്പോവരുത്, കുറേ കോളംസ് ഉള്ളതാണ് ഇത് തമ്മിൽ. FI ഇൻറ്റു XI മൈനസ് എം. അപ്പം ഞാനത് ചെയ്ത് കാണിക്കണില്ല. 6 ഇൻറ്റു 22.86 137.16. അങ്ങനെ അടുത്തത് 8 ഇൻറ്റു 12.86 10.88. അങ്ങനെ ഞാൻ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓരോന്നും ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. ഞാനിത് ഓരോന്ന് എഴുതാണ്. 68.56 ആൻഡ് ഫൈനലി 54.28 എന്ന് കിട്ടും. FI ഇൻറ്റു XI മൈനസ് എം എഴുതി. ഇനി എന്താണ് ഫോർമുല നോക്കിയേ, സിഗ്മ FI ഇൻറ്റു XI മൈനസ് എം. ഈ എഴുതിയ FI ഇൻറ്റു XI മൈനസ് എം എല്ലാവരും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാവരും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ 517.32 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെന്ത് വരും? 517.32. 517.32 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ തന്നെ എത്രയാണ്? 50 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് ആൻസർ വരുന്നത് 10.35 ആണ്.